Hi guys, welcome to the video. Welcome to School Story. So ഇന്നത്തെ സ്കൂൾ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് 6th ക്ലാസ് നിന്നാണ്. സോ വാസ് ഹാവിങ് റീഡിങ് അവർ വിച്ച് വെൻറ്റ് വെരി നൈസ്ലി. അപ്പോൾ എനിക്ക് എൻ്റെ ടൈം ടേബിൾ ഞാൻ രാത്രി തന്നെ ഓക്കെ ഈ പീരീഡിൽ ഇതൊക്കെയാണ് പറയേണ്ടത് അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾറെഡി ഇറ്റ്സ് ലൈക്ക് ആനുവൽ ഡേ പ്രാക്ടീസ് ഗോയിങ് ഓൺ. സോ മെനി സ്റ്റുഡൻസ് ആർ നോട്ട് ദെയർ ഇൻ ദ ക്ലാസ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് നമ്മൾ ക്ലാസ്സിലൊക്കെ പോയി റീഡിങ് അവർ കഴിഞ്ഞതും പുതിയ ടൈം ടേബിൾ വന്നു. ലൈക്ക് ഞാൻ രാവിലെ കയ്യിൽ എഴുതിയത് ഇപ്പോഴും ലൈക്ക് എനിക്ക് 8th എന്ന് പറയുന്ന ക്ലാസ്സിൽ 2 പീരീഡ് അടുപ്പിച്ച് കിട്ടി. സി വെൻ എവർ ഐ ഗെറ്റ് 2 പീരീഡ് കണ്ടിന്യൂസ്ലി ഐ വോണ്ട് ടേക്ക് 2 പീരീഡ് കണ്ടിന്യൂസ്ലി. ഒരു പീരീഡ് ക്ലാസ് എടുക്കും, പിന്നെ ഒരു പീരീഡ് സ്റ്റഡീസ് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഗെയിം കളിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങൾ സംസാരിക്കും. ലൈക്ക് ദാറ്റ് വി എൻജോയ് ദ ക്ലാസ്. സോ അഗെയിൻ 8th ക്ലാസ് എടുത്തു, ബട്ട് ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദ വേ ഐ ടോട്ട് ദം. അല്ലെങ്കിൽ എന്തോ ഐ ഡിഡൻറ്റ് ലൈക്ക് ദാറ്റ് മച്ച്. ബിക്കോസ് നമ്മളൊരു ക്ലാസ് എടുക്കുമ്പോൾ നമുക്കറിയാലോ ലൈക്ക് ഹൗ മച്ച് സാറ്റിസ്ഫൈഡ് യു ആർ. നമുക്ക് ആ ടോപ്പിക്ക് നന്നായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റി. ദ തിങ് ഈസ് ദാറ്റ് അവർക്ക് കുറച്ചും കൂടി അത് വീഡിയോ ഒക്കെ ഓറിയൻറ്റ് ചെയ്ത് കാണിച്ചാൽ, വീഡിയോസ് കാണിക്കുക ആണെങ്കിൽ ആ ടോപ്പിക്ക് റിലേറ്റ് ചെയ്തിട്ട് കാണിക്കുകയാണെങ്കിൽ ദേ വുഡ് അണ്ടർസ്റ്റാൻഡ് ലിറ്റിൽ മോർ ബെറ്റർ. ടോപ്പിക്ക് പ്ലാൻ റീഡിംഗ് ആണ്. സോ വെറുതെ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ ദേ വോണ്ട് അണ്ടർസ്റ്റാൻഡ് വെരി ക്ലിയർലി. പിന്നെ ആസ് യൂഷ്വൽ ക്ലാസ്സിലെ ഡിസ്റ്റർബൻസ് വരെ. അപ്പോൾ അങ്ങനെയായിരുന്നു ആ പീരീഡ്. അത് കഴിഞ്ഞിട്ട് 9th പോയി. 9th ഞാൻ ക്ലാസ് എടുക്കാമെന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചിരുന്നപ്പോഴാണ് ലൈക്ക് 9th ഓൾ ടുഗെദർ. സോ അവിടെ അത് നടക്കില്ല. പിന്നെ ഇതേപോലെ തന്നെ ദേ വർ ഡൂയിങ് ദെയർ വർക്ക്. എനിക്ക് കുറച്ച് കറക്ഷനും കുറേ സംസാരിച്ച് അങ്ങനെ ദ ടൈം വെൻറ്റ്. ആൻഡ് ടുഡേ ഇറ്റ് വാസ് ടോട്ടലി ലൈക്ക് ഐ ഗോട്ട് സോ മെനി സബ്സ്റ്റിറ്റ്യൂഷൻ. ഐ വെൻറ്റ് ടു ഓൾ ക്ലാസ്സസ്. ഐ ഡിഡൻറ്റ് ടോട്ട് ദം എനിത്തിങ്. പുതിയതായിട്ടൊന്നും പഠിപ്പിച്ചിട്ടൊന്നുമില്ല. ഓരോ കുട്ടികൾക്ക് എന്താണ് ചെയ്യാനുള്ളത് അതൊക്കെ ചെയ്ത് നന്നായിട്ട് അവരായിട്ട് സംസാരിച്ചൊക്കെ ഇരിക്കും. ആൻഡ് 4 to 5 again I got a class in 9th C. Only I think 11 students were there in the class. So just imagine, we talked so much. They asked me so many things about Kerala, the culture, the words, why you are not learning Telugu, like that, so many things. So totally time went very well. And annual day dance കാര്യങ്ങളൊക്കെ കാണാനൊക്കെ പോയി നിന്നു when I got leisure period. So this was today's cold story. It was going like this. It's fine, okay, because I'm not teaching them anything. Just reading, playing some activity related to the topics, like that. Time finished, guys. Thanks for watching.